പെട്ടെന്ന് കുനിഞ്ഞു നിവരുമ്പോൾ നിങ്ങളിൽ പലർക്കും തലയ്ക്കുള്ളിൽ ചില അസ്വസ്ഥതകളെല്ലാം ഉണ്ടാവാറുണ്ട്. ചില ആളുകൾ അതിനെ തലയുടെ ഒരു വശത്തു നിന്നും മറ്റൊരു വശത്തേക്ക് ഭാരമൊഴുകി വരുന്നതായിട്ട് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. ചില ആളുകൾക്ക് അത് വേദന കൂടുന്നതായിട്ട് അനുഭവപ്പെടുകയും ചില വ്യക്തികൾക്ക് അത് അസ്വസ്ഥതയും ഓക്കാനവും ഒരുപക്ഷെ ഛർദി വരെയും ഉണ്ടാക്കിയേക്കാം. മൈഗ്രെയിനുമായിട്ട് വരുന്ന ഒരുപാട് രോഗികൾ നമ്മളോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. എനിക്ക് കുനിഞ്ഞു നിവരുമ്പോൾ കട്ടിലിന്റെ അടിയിലോട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തലയുടെ പൊസിഷൻ ഏതെങ്കിലും ഒരു വശത്ത് നിന്ന് മറ്റേ വശത്തേക്ക് മാറിക്കഴിഞ്ഞാൽ, ഈവൻ കട്ടിൽ കിടന്നുകൊണ്ട് തന്നെ ഒരു വശത്തേക്ക് ചെയ്യുമ്പോൾ ഈ അവസ്ഥകളിലെല്ലാം തലയ്ക്കുള്ളിൽ എന്തോ അനങ്ങുന്നത് പോലെ തോന്നുന്നുവെന്നും തലവേദന തുടങ്ങുന്നുവെന്നും പറഞ്ഞു വരാറുണ്ട്. ഓരോ രോഗിയെ വിശദമായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് 3 രീതിയിലാണ് ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഒന്നാമതായിട്ട് ചിലർക്ക് തലവേദന കൂടുകയോ തലവേദന ഉണ്ടാവുകയോ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. രണ്ടാമതായിട്ട് തലയ്ക്കുള്ളിൽ എന്തോ കാര്യം ഇളകുന്നതായിട്ട്, അതായത് എന്തോ ഒന്ന് ഒഴുകി നടക്കുന്നത് പോലെയോ തലയ്ക്കുള്ളിൽ എന്തോ അനങ്ങുന്നത് പോലെയോ ഉള്ള ഫീലിംഗും ഉണ്ടാവാറുണ്ട്. മൂന്നാമതായിട്ട് ചില ആളുകൾ ഇതിനെ തലചുറ്റലായിട്ടും അതല്ലെങ്കിൽ തലകറക്കമായിട്ടും എക്സ്പീരിയൻസ് ചെയ്യുന്നവരുമുണ്ട്. ഇത്തരത്തിലുള്ള നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഓരോ എക്സ്പീരിയൻസിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസും ഡയഗ്നോസിസ് എന്ന രീതിയിൽ രോഗം നിർണ്ണയിക്കുന്ന ഒരു കാര്യത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ഇത്തരം വളരെ വിശദമായിട്ടുള്ള ഒബ്സർവേഷൻ നടത്തിയാൽ മാത്രമേ ഒരു ഹോമിയോപ്പതി ഡോക്ടർ എന്നുള്ള രീതിയിൽ മികച്ച മരുന്നുകളും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റും ഒരു രോഗിക്ക് നൽകുവാനായിട്ടാവും. കുനിഞ്ഞു വരുമ്പോൾ തലവേദനയോടൊപ്പം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എന്ത് അസ്വസ്ഥതകളാണ് ഉണ്ടാവുന്നതെന്ന് ഇനിയെങ്കിലും ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങുക. മേൽപ്പറഞ്ഞ 3 രീതികളിൽ ഏത് രീതിയിലാണ് നിങ്ങളുടെ അസ്വസ്ഥത ഉണ്ടാകുന്നതെന്ന് താഴെ കമന്റ് ചെയ്യുമല്ലോ.